കൂടിയ റേറ്റിന്, അതായത് INR കൂടിയ റേറ്റിന് വിൽക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അത് വിൽക്കാൻ പറ്റുന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളോ ഉണ്ടോന്ന് പല ആൾക്കാർക്കും അറിയില്ല. അതെ. പക്ഷെങ്കിൽ അതിനെ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ നിലവിലുണ്ട്. അതേതാണ്? ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിംഗ് ബിസിനസ്, ഫോറക്സ് ട്രേഡ് തുടങ്ങിയ ട്രേഡിംഗ് ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് ഇത്രയും വലിയ പ്രോഫിറ്റ് തരുന്നത്. അതായത് ഒരു USDT തന്നെ 5 രൂപ വ്യത്യാസം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ലാഭമായി. അതായത് അവര് സ്കാം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇതില് ബിനാൻസിൽ P2P വന്നിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അധികം ആരും അറിയില്ല. ഇത് പുതിയ ആപ്ലിക്കേഷൻ ആണ്. വന്നിട്ട് ഈ 2024 ഈ ആപ്ലിക്കേഷൻ വന്നത്. ഇപ്പൊ ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ട്രേഡിങ്ങിലൂടെയും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ഓൺലൈൻ പ്രൊജക്റ്റിലൂടെയും വരുമാനമുണ്ടാക്കുന്ന ആളുകളാണ്. അവർക്കെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തേത്. എന്നോടൊപ്പം ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അസി അടൂർ. അപ്പോൾ നമുക്കറിയാം, ഓൺലൈനിലൂടെ അദ്ദേഹം ഒരുപാട് പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. തീർച്ചയായിട്ടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് 100% ഉപകാരപ്രദമാവുമെന്ന കാര്യം എനിക്കുറപ്പാണ്. ഹൈ അസി, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെയും സോഷ്യൽ മീഡിയയിൽ പല വീഡിയോസും ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ട്രേഡിങ്ങും ചെയ്യുന്നു. അസിയുടെ ട്രേഡിംഗ് എങ്ങനെ പോകുന്നു? ഞാൻ കൂടുതലും ക്രിപ്റ്റോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പൊ മാർക്കറ്റൊക്കെ കുറച്ച് ഡൗൺ ആണ്. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി. ഇപ്പൊ 6-7 വർഷത്തോളമായി ട്രേഡിങ്ങിലൊക്കെ വന്നിട്ട് ഉഷാറായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ട്രേഡിംഗ് മേഖല എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയാണ്. നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യുവാൻ പറ്റും, അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ റിസ്ക് ഉള്ളതായിട്ടുള്ള ഒരു മേഖല. അപ്പോൾ പലപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പ്രൊജക്റ്റുകളിലും വരുന്ന ആളുകൾ, അവർക്ക് ഈ USDTയെ സംബന്ധിച്ച് പല ഡൗട്ടുകളും ഉണ്ട്. എങ്ങനെയാണത് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം എങ്ങനെയാണ് സെയിൽ ചെയ്യുക. അപ്പോൾ പലപ്പോഴും പിന്നെ 88 രൂപ, 89 രൂപ, 90 ആ റേഞ്ചിലൊക്കെ പല സമയങ്ങളും വരാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ എങ്ങനെ നമുക്ക് വിൽക്കാൻ കഴിയും? അതെ, USDT ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തു നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബിനാൻസ് നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ പല വ്യക്തികളുടെ കയ്യിൽ നിന്നൊക്കെ USDT പർച്ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് വിൽക്കുമ്പോ ചെറിയ റേറ്റിനാണ് ആൾക്കാർക്ക് വിൽക്കാൻ പറ്റുന്നത്. 89-90 രൂപക്കൊക്കെയാണ് ആൾക്കാർക്ക് വിൽക്കാൻ പറ്റുന്നത്. പക്ഷെ അത് കൂടിയ റേറ്റിന്, അതായത് INR കൂടിയ റേറ്റിന് വിൽക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അത് വിൽക്കാൻ പറ്റുന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളോ ഉണ്ടോന്ന് പല ആൾക്കാർക്കും അറിയില്ല. പക്ഷേ അതിനെ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ നിലവിലുണ്ട്. അത് ബിഡൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷെ ഇതേപോലെ വേറെ കുറെ ആപ്ലിക്കേഷനുകൾ മാർക്കറ്റിലുണ്ട്. പക്ഷെ അതിലൊക്കെ പോയിട്ട് ചില ആൾക്കാർ ചില പ്രശ്നങ്ങളിൽ പെടാറുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവാറുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ഫ്രോഡ് മണി വരുന്ന ഇല്ലീഗൽ ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ആൾക്കാർ അറിയാണ്ട് അതിൽ പോയിട്ട് വലിയ റേറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് USDT ചെയ്യില്ലേ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ഒക്കെ വരും, ബാങ്ക് ലീനൊക്കെ വരുന്നുണ്ട്. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ബിഡേ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഞാൻ ഏകദേശം ഇപ്പൊ ഒരു 8-9 മാസമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതിലിപ്പോ എത്ര റേറ്റ് കിട്ടുന്നുണ്ട്? നിലവില് ഒരു USDT റേറ്റ് INR റേറ്റ് വരുന്നത് 94-95 ആ റേറ്റിന് വിൽക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് 94 റേറ്റ് ആണ്. ഞാന് ഇന്ന് വിറ്റത് 89 രൂപക്കാണ്. 5 രൂപ ഒരു USDT എനിക്ക് നഷ്ടം വന്നു അല്ലേ? 5 രൂപ ലാഭം കിട്ടി. ഞാന് ഏകദേശം 1000 USDT ഇന്ന് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് നല്ലൊരു എമൗണ്ട് നഷ്ടമായി. പക്ഷെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് നഷ്ടം വരുന്നുണ്ട്. ഇപ്പൊ നമ്മളടുത്ത് 1 ലക്ഷം രൂപയുടെ USDT ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബിഡേ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് 5000 രൂപയാണ്. ഇതൊരു ബിസിനസ് മോഡലായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം അല്ലേ? ആക്ച്വലി ഇങ്ങനെയൊക്കെ എത്രമാത്രം പ്രൈസ് വേരിയേഷൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതായത് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിംഗ് ബിസിനസ്, ഫോറക്സ് ട്രേഡ് തുടങ്ങിയ ട്രേഡിംഗ് ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് ഇത്രയും വലിയ പ്രോഫിറ്റ് തരുന്നത്. അതായത് ഒരു USDT തന്നെ 5 രൂപ വ്യത്യാസം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ലാഭമായി. ഇപ്പൊ നമുക്കറിയാം, പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് പോയത് വേറൊരു
ഇതിലേക്കാണ്. കാരണം നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ 89 രൂപക്കൊക്കെ ഞാൻ ഇന്ന് കൊടുത്തത് 89 രൂപക്കാണ്. അതെനിക്ക് മറ്റൊരാളോട് വാങ്ങി 89 രൂപക്ക് വാങ്ങി ഇതിൽ വിറ്റ് കഴിഞ്ഞാൽ പോലും എനിക്ക് സിമ്പിളായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും അല്ലേ? ഓക്കെ, അത് നല്ലൊരു സംഭവമാണ്. ആക്ച്വലി ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഈ 9 മാസം മുമ്പ് പറഞ്ഞു. ഇതുവരെ എപ്പോഴെങ്കിലും അക്കൗണ്ട് ഫ്രീസ് ആവുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോ ഏകദേശം 8-9 മാസമായി ഉപയോഗിക്കുന്നു പറഞ്ഞു. ഇതുവരായിട്ട് എന്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയിട്ടില്ല. ഞാൻ 3 ബാങ്ക് അക്കൗണ്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്നുള്ളത്. അതിൽ ഒന്ന് ഫെഡറൽ ബാങ്ക്, പിന്നെ കാനറ ബാങ്ക്, പിന്നെ ഗ്രാമീൺ ബാങ്ക്, പിന്നെ കരൂർ ബാങ്ക്. എന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ട് ഉണ്ട്, അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഇതുവരായിട്ട് ഒരു കുഴപ്പവും വന്നിട്ടില്ല. പിന്നെ എന്റെ സുഹൃത്തുക്കള് കുറച്ച് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, അവർക്കും ഇതുവരായിട്ട് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് പരിചയമുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്, അവരിത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ P2P ട്രേഡ് ഇതിൽ ചെയ്യുന്നുണ്ട്. USD സെയിൽ ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമുക്കറിയാം ബിനാൻസിൽ പോലും P2P സേഫ് അല്ല. അതെ, കുറെ ആൾക്കാർ അക്കൗണ്ടൊക്കെ അതായത് കുറെ ഇന്ത്യക്കാരുണ്ട്. അതായത് അവര് സ്കാം ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ഇതില് ബിനാൻസിൽ P2P വന്നിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അധികം ആരും അറിയില്ല. ഇത് പുതിയ ആപ്ലിക്കേഷൻ ആണ് വന്നിട്ട്. ഈ 2024 ഈ ആപ്ലിക്കേഷൻ വന്നത്. ഇപ്പോ ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ആക്ച്വലി എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മള് പിന്നെ അതിലെ പ്രോസസിംഗ് ഒന്ന് തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കാം? ഉപയോഗിക്കുന്നത് എങ്ങനെയാന്നുള്ളത് നമുക്ക് അതിന്റെ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ കാണാം. ഓക്കെ. അതിനായി ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ബിഡൈൻ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഒരു പേജ് ഇതുപോലെ ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ ഇമെയിൽ എന്ന ഭാഗത്ത് നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടിയിൽ വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് സൈഡിൽ സെൻഡ് എന്നൊരു ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മളിതിൽ കൊടുത്ത ആ ഒരു ഇമെയിൽ ID ഒരു മെയിൽ വരും. അത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക. അന്നേരം നമുക്ക് അതിൽ ഒരു വെരിഫിക്കേഷൻ കോഡ് കാണാൻ സാധിക്കും. ആ ഒരു കോഡ് നമ്മൾ ഇതേപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് അതിവിടെ വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് ആ ഒരു വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് അതിൻ്റെ അടിയിൽ പാസ്വേഡ് എന്ന ഭാഗത്ത് നമ്മളൊരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നോർമൽ ആയിട്ടുള്ളൊരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്താലും മതി. ശേഷം ഇതിൽ താഴെ കാണുന്ന സൈൻ ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സക്സസ് എന്നൊരു നോട്ടിഫിക്കേഷൻ വരികയും ഇതിൽ നമ്മുടെ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ആവുന്നതുമാണ്. ഇനി ഇവിടെ ലോഗിൻ എന്ന പേജിൽ വന്നിട്ട് ഇമെയിൽ എന്ന ഭാഗത്ത് നമ്മൾ ഇതിൽ കൊടുത്ത ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടിയിൽ പാസ്വേഡ് എന്ന ഭാഗത്ത് നമ്മുടെ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ യൂസർ നെയിം എന്ന ഭാഗത്ത് നമ്മുടെ ഒരു പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ എൻ്റെ ഒരു പേര് യൂസർ നെയിമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു. ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബിഡൈൻ ആപ്ലിക്കേഷൻ ഇവിടെ ലോഗിൻ ആയിട്ട് ഓപ്പൺ ആയി വരുന്നതാണ്. അന്നേരം ഇതിൽ റിവാർഡ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു പോപ്പ് മെസ്സേജ് വരും. അതിൽ കാണുന്ന കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലായിരിക്കും ഇത് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ മുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് എന്ന പേജിൽ 2 മെസ്സേജ് കാണാൻ സാധിക്കും. ഇതിൽ ആദ്യമായിട്ട് USDT ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് 1 USDT റിവാർഡ് കിട്ടുമെന്നും അതുപോലെ കൂടുതൽ USDT ഇതിൽ സെല് ചെയ്തിട്ട് INR ആക്കി വിഡ്രോ ആക്കുന്ന ആൾക്കാർക്ക് പുതിയ ഓഫർ ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ 1-2 മെസ്സേജ് ആയിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ നോക്കി വായിച്ച് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ബിഡൈൻ ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റ് ആണ് ഉപയോഗിച്ചത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് ഇത് ഉപയോഗിക്കാം. പിന്നെ ഈ ബിഡൈൻ ആപ്ലിക്കേഷനിൽ ഓരോ പേജ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ, അതായത് പ്രൊഫൈൽ പേജ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് ആ പേജൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് UI ഡിസൈൻ ആണ്. അടുത്തത് ഇതിൽ USDT ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഹോം പേജിൽ ഡെപ്പോസിറ്റ് എന്നൊരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന ഡെപ്പോസിറ്റ് പേജിൽ ഇവിടെ സെലക്ട് നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം USDT TRC20 എന്ന നെറ്റ്വർക്ക് വരും, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ USDT TRC20 നെറ്റ്വർക്കിലുള്ള അതിൻ്റെ QR കോഡും USDT അഡ്രസ്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ USDT ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ USDT അഡ്രസ്സിൻ്റെ സൈഡിൽ കാണുന്ന കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ USDT അഡ്രസ്സ് കോപ്പി ചെയ്യുക. ശേഷം ബാക്ക് വന്നിട്ട് ഏതെങ്കിലും ക്രിപ്റ്റോ വാലറ്റ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യുക. ഞാൻ ഇവിടെ ബിനാൻസ് എന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്തു. അതിൽ താഴെ കാണുന്ന വാലറ്റ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മുകളിൽ വിഡ്രോ എന്ന ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന പോപ്പിൽ താഴെ വിഡ്രോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് മുകളിൽ സെർച്ച് ബാറിൽ USDT എന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് USDTയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ താഴ്ന്ന പോപ്പായിട്ട് സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുടർന്ന് വരുന്ന പേജിൽ ഇവിടെ അഡ്രസ് എന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു USDT അഡ്രസ് ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് നെറ്റ്വർക്ക് നമ്മളിവിടെ
ട്രോൺ TRC20 നെറ്റ്വർക്ക് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ വിഡ്രോൽ എമൗണ്ട് എന്ന ഭാഗത്ത് നമ്മൾ എത്ര USDT ആണ് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 514 സംതിങ് USDT ആണ് ഇവിടെ അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇത് TRC20 നെറ്റ്വർക്കിലായതുകൊണ്ട് ഒരു USDT ഫീ പോകും. അതുകൊണ്ട് 513 സംതിങ് USDT ആയിരിക്കും ഡെപ്പോസിറ്റ് ആവുക. ശേഷം താഴെ കാണുന്ന വിഡ്രോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം അത് കൺഫേം ചെയ്യാനുള്ള പേജ് വരും. അതിൽ താഴെ കാണുന്ന കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഇമെയിലിലേക്കോ ഫോൺ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ ആപ്പിലേക്കോ OTP വെരിഫിക്കേഷൻ കോഡ് വരും. അത് ഓപ്പൺ ചെയ്തിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ അത് ലോങ് പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫണ്ട് ഇവിടെ വിഡ്രോൽ പ്രോസസ്സിംഗിലേക്ക് കിടക്കും. അല്പം കഴിഞ്ഞ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന USDT വിഡ്രോൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വരും. അപ്പോൾ തന്നെ അത് ഡെപ്പോസിറ്റ് ആയതിൻ്റെ മെയിൽ വരികയും ചെയ്യും. ഇനി ബിഡൈൻ എന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് 513 പോയിന്റ് സംതിങ് USDT ആണ്. പക്ഷെങ്കിൽ എനിക്കിവിടെ പുതിയ യൂസർ ആയതുകൊണ്ട് ഒരു USDT റിവാർഡായിട്ട് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 514 സംതിങ് USDT ടോട്ടലിൽ ഡെപ്പോസിറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിൽ USDT ഡെപ്പോസിറ്റ് ചെയ്യുന്ന പുതിയ ഉപഭോക്താക്കൾക്കെല്ലാവർക്കും ഒരു USDT റിവാർഡായിട്ട് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അടുത്തത് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്ത് USDT സെല്ല് ചെയ്തിട്ട് INR ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് ഇതിൽ താഴെ സെൻട്രലായിട്ട് ഒരു ഡോളർ ഒരു ബട്ടൺ കാണാം. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന പേജിൽ സ്റ്റാർട്ട് എന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ താഴ്ന്നു വരുന്ന പോപ്പിൽ മാനേജ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ താഴെ ക്രിയേറ്റ് എന്ന ബട്ടൺ കാണും. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ നിന്ന് പോപ്പായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്യാനുള്ള സെക്ഷനാണ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ ഇതിൽ UPI വാലറ്റിൽ നമ്മുടെ UPI ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എയർടെൽ, ഫോൺപേ, പേടിഎം, മൊബിക്വിക്ക് തുടങ്ങിയ UPI വാലറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറം റീറ്റെയിൽ ഓർ പേഴ്സണൽ, കോർപ്പറേറ്റ് എന്നിങ്ങനെ 2 സെക്ഷൻ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ബാങ്കുകൾ, നെറ്റ് ബാങ്കിങ് ഒക്കെ നമുക്കിവിടെ കണക്ട് ചെയ്യാം. നമുക്കിവിടെ ഏറ്റവും എളുപ്പം നല്ലത് UPI വാലറ്റ് കണക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാനിവിടെ UPI വാലറ്റ് എന്ന സെക്ഷനിൽ വന്നിട്ട് മൊബിക്വിക്കാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഏതും സെലക്ട് ചെയ്യാം. ഞാനിവിടെ മൊബിക്വിക്ക് സെലക്ട് ചെയ്തപ്പോൾ ഇതുപോലെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മുകളിൽ ബാങ്ക് മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ മൊബിക്വിക്ക് അതിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം അതിൻ്റെ ഇടയിൽ ട്രാൻസാക്ഷൻ കോൺഫിഗറേഷൻ, ഡെയിലി ബാങ്ക് അക്കൗണ്ട് ലിമിറ്റ്, ഡെയിലി ട്രാൻസാക്ഷൻ കൗണ്ട്, സിംഗിൾ ട്രാൻസാക്ഷൻ ലിമിറ്റ് അതൊക്കെ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അതൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട. ശേഷം ഇവിടെ താഴെ കാണുന്ന ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന ഭാഗത്ത് താഴെ കണക്ട് എന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴ്ന്നൊരു പോപ്പ് വീണ്ടും വരും. അതിൽ വെരിഫിക്കേഷൻ കോഡ് ചോദിക്കും. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അത് നമ്മളിവിടെ വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് അതിൽ താഴെ കാണുന്ന വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബിക്വിക്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ആവും. ഇനി ബാക്ക് വന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നിന് വരുന്ന ഭാഗത്ത് ഇവിടെ അതിൽ സൈഡിൽ കാണുന്ന ടിക്ക് കൊടുത്തിട്ട് താഴെ കാണുന്ന കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷനായിട്ട് കണക്ട് ആവുന്നതാണ്. ചിലപ്പോൾ ഇതിലൂടെ കണക്ഷന് പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഭാഗത്ത് സൈഡിൽ കാണുന്ന ടിക്ക് സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കണക്ട് ആവും. ആ ഒരു സമയം തൊട്ട് നമ്മൾ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്ത USDT കുറച്ചായിട്ട് ബിസിനസ് ട്രേഡിംഗ് ഒക്കെ നടത്തിയിട്ട് അതിൻ്റെ പ്രോഫിറ്റ് USDT സെല്ല് ചെയ്തിട്ട് അത് INR ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതിലെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് വിഡ്രോ ചെയ്ത് തരുന്നതാണ്. അന്നേരം ഫയൽഡ് സക്സസ്ഫുൾ എന്നൊക്കെ കാണാം. അതൊന്നും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ എത്ര വലിയ എമൗണ്ട് USDT സെയിൽ ചെയ്തിട്ട് വിഡ്രോ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെറിയ എമൗണ്ട് ആയിട്ടും വലിയ എമൗണ്ട് ആയിട്ടും INR ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് വിഡ്രോ ചെയ്ത് കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ പുതിയ ഫീച്ചറായിട്ട് താഴെ മാർക്കറ്റ് എന്ന ടാബ് വന്നിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ സെർച്ച് ഫോർ ദി എമൗണ്ട് റേഞ്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിലൂടെ ബിലോ 1000, എബോവ് 5000 എത്ര INR ആണ് വിഡ്രോ ചെയ്ത് വരേണ്ടത് എന്നുള്ള ലിമിറ്റ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ USDT വിൽക്കുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ കാണുന്ന സ്റ്റോപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. വീണ്ടും സ്റ്റാർട്ട് ആയിക്കോളും. ഇത് കണ്ടു 64 സംതിങ് USDT 93 രൂപ കൂടിയ വിലക്ക് വിറ്റിട്ട് അതിൻ്റെ INR 6000 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ആയിട്ട് വന്നിട്ടുള്ള പ്രൂഫാണ് നിങ്ങളിപ്പോൾ കാണേണ്ടത്. ഇത് വിഡ്രോയിൽ കുറച്ച് ടൈം എടുക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ വിഡ്രോയിൽ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റീപ്ലൈ തരാം. അതുപോലെ ഇതിൽ താഴെ ഓർഡർ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പ്രോസസ്സിംഗ്, കംപ്ലീറ്റ്, ക്ലോസ്, ഓൾ എല്ലാം തന്നെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ താഴെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വരുന്ന പേജിൽ ഇതിൽ നമ്മൾ ടോട്ടൽ എത്ര USDT ഡെപ്പോസിറ്റ് ചെയ്തു, എത്ര വിഡ്രോ ചെയ്തു, എത്ര സെല്ല് ചെയ്തു, എത്ര പ്രോഫിറ്റ് കിട്ടി തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഇൻവൈറ്റീവ് ക്ലയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ റെഫറൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ അതിൻ്റെ ഇപ്പം താഴെ പ്രൊഫൈൽ എന്ന ടാബ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ ഞാൻ ഇത് ചെയ്തിട്ട് കുറച്ച് സമയമായി. ഇനി ഹോം പേജിൽ വന്നിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇതിൽ ട്രാൻസാക്ഷൻസിൽ 28 സംതിങ് USDT സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ സെയിലായിട്ട് വന്നിട്ടുള്ളത് കാണുന്നുണ്ട്. അത് ഞാനിവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഓർഡർ ഡീറ്റെയിൽസ് കാണുന്നുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. 28 സംതിങ് USDT സെയിലായി, അതായത് വിറ്റിട്ട് അതിൻ്റെ INR 2800 രൂപ
ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ആയിട്ട് വന്നിട്ടുണ്ട്. അതും ഒരു USDT 95 രൂപ കൂടിയ വിലക്കാണ്, നല്ല വിലക്കാണ് വിറ്റിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ ഇതേപോലെ ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ USDT കൂടിയ വിലക്ക് വിറ്റിട്ട് അതിൻ്റെ INR നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ബിഡൈൻ ആപ്ലിക്കേഷനിലുള്ള USDT വേറെ ക്രിപ്റ്റോ വാലറ്റിലേക്കോ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലേക്കോ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനെ ഞാൻ ഉപയോഗിക്കുന്ന ബിനാൻസ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് അതിൽ താഴെ കാണുന്ന വാലറ്റ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം വരുന്ന പേജിൽ മുകളിൽ ഡെപ്പോസിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് മുകളിൽ സെർച്ച് ബാറിൽ USDT എന്ന് സെർച്ച് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇതിൽ ചൂസ് നെറ്റ്വർക്ക് ട്രോൺ TRC20 നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ USDT ഡെപ്പോസിറ്റ് അഡ്രസ് നമുക്ക് ഇവിടെ കിട്ടും. അത് സൈഡിൽ കാണുന്ന കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. ശേഷം ബിഡൈൻ ആപ്ലിക്കേഷനിൽ വന്നിട്ട് ഹോം പേജിൽ വിഡ്രോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിഡ്രോ പേജിൽ നമ്മൾ കോപ്പി ചെയ്ത USDT അഡ്രസ്സ് ഇവിടെ അഡ്രസ് എന്ന ഭാഗത്ത് ഇൻപുട്ട് അഡ്രസ്സ് എന്നിവിടെ ലോങ് പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ എമൗണ്ട് എന്ന ഭാഗത്ത് നമ്മൾ എത്ര USDT ആണ് വിഡ്രോ ചെയ്യുന്നത് ആ USDT എമൗണ്ട് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതിലിവിടെ വിഡ്രോവൽ ഫീ 0 ആണ്, ഫീ പിടിക്കുന്നില്ല. അതിനിടയിൽ വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് സൈഡിൽ സെൻഡ് എന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മുടെ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ കൊടുത്ത ഇമെയിലിലേക്ക് ഒരു മെയിൽ വരും. അത് ഓപ്പൺ ചെയ്താൽ വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുള്ള കാണാം. ആ വെരിഫിക്കേഷൻ കോഡ് ലോങ് പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് ബിഡൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് നമ്മൾ കോപ്പി ചെയ്ത ആ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഇവിടെ വിഡ്രോൾ സക്സസ് ആയി വരും. പിന്നെ നമ്മൾ ഹോം പേജ് റീഫ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യാൻ കൊടുത്ത ആ USDT താഴെ ട്രാൻസാക്ഷൻസ് എന്നവിടെ വിഡ്രോയിൽ പ്രോസസ്സിംഗ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഈ USDT വിഡ്രോളിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാം. ഇപ്പോൾ വിഡ്രോൾ സക്സസ് ആയി വെരിഫൈ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ എൻ്റെ വിഡ്രോ ചെയ്ത ബിനാൻസ് എക്സ്ചേഞ്ചിലേക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ അതിൻ്റെ വിഡ്രോൾ ഹിസ്റ്ററി നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതിവിടെ വിഡ്രോൾ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 514 USDT ആണ് ഞാൻ വിഡ്രോ ചെയ്ത്, അതിവിടെ വന്നിട്ടുണ്ട്. ഇനി ബിഡൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഹോം പേജിൽ റാങ്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വന്നാൽ ഇവിടെ ട്രേഡ് റാങ്കിംഗ് എന്ന സെക്ഷനിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും USDT വിൽക്കുന്നതിൻ്റെ റാങ്ക് ലിസ്റ്റ് കാണാം. അതുപോലെ ഇവിടെ ഇൻവിറ്റേഷൻ റാങ്കിംഗ് എന്ന സെക്ഷനിൽ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാരും റെഫറൽ ചെയ്തതിൻ്റെ റാങ്കിംഗ് ലിസ്റ്റും കാണാം. മാത്രമല്ല ഇവിടെ ബാക്ക് വന്നാൽ ഇൻവിറ്റർ എന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ റെഫർ ചെയ്താൽ ഇൻവൈറ്റ് ചെയ്തതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കാണും. ഇവിടെ ഇതിൽ കാണുന്ന ഇൻവൈറ്റ് ക്ലയൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റെഫറൽ ലിങ്ക് കിട്ടും, അതുപോലെ തന്നെ റെഫറൽ കോഡ് കിട്ടും. അത് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ ആൾക്കാരും ഇത് നമ്മുടെ റെഫറൽ വന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് USDT എത്രയാണ് സെയിൽ ചെയ്യുന്നത് വിൽക്കുന്നത്, അപ്പോൾ അതിൻ്റെ 1% കമ്മീഷൻ പ്രോഫിറ്റ് നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. അതുമാത്രമല്ല ഈ ആപ്ലിക്കേഷനിൽ താഴെ പ്രൊഫൈൽ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് തന്നാൽ ഇവിടെ താഴെ കസ്റ്റമർ കെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടെലഗ്രാമിൽ ഡയറക്റ്റ്ലി പേഴ്സണലി ഇവരുടെ കസ്റ്റമർ കെയറുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിൽ അവൈലബിൾ ആണ്. ഇനി ഈ ആപ്ലിക്കേഷൻ ലോഗൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ലോഗൗട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ലോഗൗട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബിഡൈൻ എന്ന USDT സെല്ലിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആളുകൾക്ക് എല്ലാം മനസ്സിലായി കാണും. വളരെ സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനിയും ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയമുള്ള ആളുകൾക്ക് അസിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ? അതെ, എൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം, ഞാൻ അതിനുള്ള മറുപടി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ലിങ്കും കൂടെ വാട്സപ്പ് ചാനൽ ലിങ്കും കൂടെ ചാനലിൽ ഉണ്ട്. അതിൽ ഇതിന്റെ എല്ലാ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരും. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. പിന്നെ അസിയുടെ യൂട്യൂബ് ചാനലുണ്ട്, അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. വ്യത്യസ്തങ്ങളായിട്ടുള്ള നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പ്രൊജക്റ്റുകളും നമ്മുടെ ചാനൽ വഴിയും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാറുണ്ട്. ഈ വീഡിയോ കാണുന്ന ആളുകൾ നിർബന്ധമായും ഞങ്ങൾ രണ്ടുപേരുടെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ഗുണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസി, നമുക്ക് നിർത്താം അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.